ഇത് കണ്ടോ, ഷൂസ് ഒക്കെ ഇവിടെ കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഫൈനൽ ടച്ചും കൂടെ ഉണ്ട് കേട്ടോ, ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? നമുക്ക് കൂടുതൽ ക്വയറീസ് വരുന്നത് മലപ്പുറം, കാസർഗോഡ് ആ ഏരിയ എന്നൊക്കെയാണ്. പിന്നെ എന്താ പറയാ, നമ്മളപ്പോ അവര് വരുന്നിടത്ത് നമ്മൾ കൊറിയർ സർവീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് അവർ ഇങ്ങോട്ട് കൊറിയർ അയക്കും. അതെ, 1.23 വരെ നമുക്ക് earn ചെയ്യാൻ പറ്റും. 1.23 ലാക്ക് വരെ മന്ത്ലി, അത്ര ഏണിംഗ് ഉണ്ട്. ഓഹോ, അത് ശരി. അപ്പോൾ കൊള്ളാലോ ബിസിനസ്. ഇതെല്ലാം കഴിഞ്ഞത് ഫൈനൽ ഇതാണത്, കഴിഞ്ഞിരിക്കണാണല്ലേ? ഓ, ഇതുണ്ടോ നമ്മളിപ്പോൾ ഈ വാഷ് ചെയ്തുകൊണ്ടിരുന്ന ഷൂവിൻ്റെ അവസ്ഥയിലേക്കാണത്. അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി. നമസ്കാരം, ഞാനിപ്പോൾ ഉള്ളത് എറണാകുളത്താണ്. എറണാകുളത്ത് പാടിവട്ടം എന്ന് പറയുന്ന സ്ഥലത്താണ്. ഒരുപാട് ബിസിനസ്സുകൾ നമ്മൾ കണ്ടിട്ടുണ്ട്, വ്യത്യസ്തമായിട്ടുള്ള പലതരം ബിസിനസ്സുകൾ. അതിൽ വളരെ വളരെ വ്യത്യസ്തമായിട്ടുള്ള കേരളത്തിലെ തന്നെ ആദ്യത്തെ ഒരു ബിസിനസ്സാണ് ഞാൻ ഇന്ന് വീഡിയോയിലൂടെ കാണിക്കുന്നത്. എൻ്റെ കൂടെ കൃഷ്ണ എന്ന് പറഞ്ഞിട്ടുള്ളൊരു യുവ സംരംഭക അല്ലേ, അങ്ങനെ പറയാം. ആളുടെ ഒരു ബിസിനസ്സാണ് കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മൾ ലോണ്ടറികൾ പലതരം കണ്ടിട്ടുണ്ട്. അതിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഷൂ വാഷ് ചെയ്ത് നല്ല ക്ലീൻ കുട്ടപ്പനാക്കി കൊടുക്കുന്ന ഷൂ ലോണ്ടറിയാണ് കൃഷ്ണ ചെയ്യുന്നത്. കൂടുതൽ വിശേഷങ്ങളൊക്കെ നമുക്ക് അങ്ങോട്ട് പോകാൻ, ഞാൻ കുറച്ചും കൂടെ മാറി നിന്നാണ്. അവിടെ റോഡാണ് മെയിൻ, ഇൻഫോ പാർക്കിലോട്ട് പോകുന്ന റോഡാണ്. പാടിവട്ടം സെൻറ്ററിൽ തന്നെ അവിടെ ഒരു നിങ്ങൾക്ക് കപ്പേള കാണാം. ഇത് പൈപ്പ് ലൈനിൽ നിന്ന് വരുന്ന റോഡ്. ഇവിടെ നിങ്ങൾക്ക് HDFC ബോർഡുണ്ട് കാണാം. HDFC ബാങ്കിൻ്റെ തൊട്ട് താഴെയാണത്. ഇതാ അവിടെ ബോർഡ് കാണാം. ഇനി പുതിയൊരു സംരംഭമാരി തുടങ്ങണം എന്നുള്ളവർക്ക് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാം. നല്ലൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. നമസ്കാരം. നിങ്ങളെ നാറ്റിയോട് തന്നെയാണോ? എന്റെ ഫോർട്ട് കൊച്ചിയിലാണ് എന്റെ വീട്. ആണല്ലേ? അപ്പൊ എന്താണ് ഇങ്ങനെ ഒരു സംരംഭത്തിലോട്ട് വന്നത് നിങ്ങള്? സംരംഭം ഞാൻ ആക്ച്വലി ഒരു ബിസിനസ് ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ചിരുന്ന ഒരാളല്ല. എന്താ പറയാ, ലൈഫിലെ സ്ട്രഗിൾസ് കാരണമാണ് ഞാൻ അങ്ങനെ ഇതിലോട്ട് വന്നത്. ബിസിനസ് ചെയ്യാവുന്നൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്. എങ്ങനെ നിങ്ങൾ ഓഫീസ് ടൈം ഒക്കെ എങ്ങനെ ഇവിടുത്തെ ഷോപ്പ് ടൈം എന്ന് പറഞ്ഞാൽ 11:30 or 11 to 6 വരെ ഉണ്ട് നമുക്ക്. സൺഡേ ഉണ്ടോ? സൺഡേ ഓപ്പണിംഗ്? സൺഡേ ഇല്ല. ഇവിടെ ഒരുപാട് സിനിമ നടികളൊക്കെ വരുന്നുണ്ട് അല്ലേ? അത്യാവശ്യം സെലിബ്രിറ്റീസും വ്ളോഗേഴ്സ് ഒക്കെ. അതെ. നിങ്ങൾ എത്ര സമയം എടുക്കും ഒരു ഷൂ തന്നു കഴിഞ്ഞാൽ ക്ലീൻ ചെയ്ത് റെഡിയാക്കാൻ? ഷൂ തന്നു കഴിഞ്ഞാൽ നമ്മളൊരു 3 to 4 days ആണ് എടുക്കുക. പിന്നെ അർജൻസി ഉള്ളവർക്ക് നേരത്തെയും കൊടുക്കുന്നത്. ശരി. നമ്മൾ കൈ കൊണ്ട് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്യുന്നത്. മാനുവൽ വാഷ്. അപ്പോൾ ഇതാണ് ഇവരുടെ സംരംഭം. ഇവിടെ നമുക്ക് കയറി വരുമ്പോൾ തന്നെ ഒരുപാട് ഷൂകൾ പോളിഷ് ചെയ്തിട്ടൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡെലിവറി കൊടുക്കാനുള്ളതാ? വാഷ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഷൂസാണ്. എവിടെ ഇതിന്റെ പരിപാടിയൊക്കെ നടക്കണം അതിന്റെ അകത്ത്? ആക്ച്വലി ഇവിടെ നമുക്ക് പിക്കപ്പ് പോയിന്റ് മാത്രമാണുള്ളത്. പിന്നെ വെയർ ഹൗസ് വേറെ ഉണ്ട്. ശരിയാ. എനിക്കൊന്ന് കാണിച്ചു തരും ഇതെങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പൊ ഇതെല്ലാം കഴിഞ്ഞത് ഫൈനൽ ഇതാണത്, കഴിഞ്ഞിരിക്കണാണല്ലേ? ഓ ശരി. അപ്പൊ അത് വളരെ ഡർട്ടി ആയിട്ടുള്ളൊരു ഷൂ ആണത്. ഇത് 2-3 സ്റ്റെപ്പ് ഉണ്ട്. ഫസ്റ്റ് സ്റ്റെപ്പാണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്, അതായത് ഇനീഷ്യൽ ഫോം വാഷ്. ആക്ച്വലി നമ്മൾ ഇവിടെ ചെയ്യുന്നത് ഫോം വാഷ് ആണ് കൂടുതലും. കാരണം ഈ അർജൻസി വരുന്ന ആളുകൾ എന്താ പറയാ, നമുക്കപ്പം ഒരു ഡീപ് ക്ലീനിങ്ങിലേക്ക് നമുക്ക് എത്തിക്കാൻ പറ്റത്തില്ല. കാരണം അവർക്ക് അർജൻസി ഉള്ളതുകൊണ്ട് ഡ്രൈ ആവാനും ടൈം എടുക്കും. ഫോം വാഷ് ആകുമ്പോൾ നമുക്കൊരു 2 മണിക്കൂറിൽ കൊടുക്കാൻ ചില ഷൂസ് കണ്ടീഷൻസ് നോക്കിയിട്ട്. അത് ഡ്രൈ ആകൂലേ? അതെ അതെ, ഡ്രൈ ആവും. ഇതിൽ ഉപയോഗിക്കുന്ന ലിക്വിഡ് എന്താ? നമ്മൾ ഇൻഹൗസ് പ്രിപ്പറേഷൻ ആണ്. അത് ശരി. നിങ്ങൾ തന്നെ സ്വന്തം ഉണ്ടാക്കണം? പ്രിപ്പയർ ചെയ്തെടുത്താണ്. ഡെയിലി ഒരു എത്ര ഷൂസ് ഒക്കെ വരാറുണ്ട് നോർമലി? 15+ ഷൂസ് വരാറുണ്ട്. എങ്ങനെയാണൊരു 18-19 ഷൂസ് എങ്ങനെയാണെങ്കിലും നമുക്ക് ഡെയിലി വരുന്നുണ്ട് അല്ലേ? ആർക്കും സമയമില്ലല്ലോ, അതല്ലേ മെയിൻ പ്രശ്നം. അതെ അതെ. നമ്മൾ മെയിനായിട്ട് എന്താ മാനുവൽ വാഷ് തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് മാനുവൽ വാഷ് ആയതുകൊണ്ട് തന്നെ എന്താ പറയുക, ഷൂസിന് കേടുപാടുണ്ടാകുന്ന സാധ്യത വളരെ കുറവാണ്. അതെ, മെഷീൻ നമ്മൾ എന്താ പറയുക ഒരു റഫായിട്ട് അല്ല നമ്മൾ ചെയ്യുന്നത്.
ഇതുണ്ടോ നമ്മളിപ്പോൾ ഈ വാഷ് ചെയ്തുകൊണ്ടിരുന്ന ഷൂവിൻ്റെ അവസ്ഥയെ കാണുന്നത്. ഇത് ഫൈനലായിട്ടില്ല അല്ലേ? കുറച്ചുകൂടെ ഉണ്ട് കേട്ടോ. പക്ഷേ ഇതിൻ്റെ ഒരു ഇതുണ്ടോ ഗ്ലേസിങ് ഉണ്ടോ, നല്ല ടെസ്റ്റായിരുന്നു അത്. അപ്പോൾ ഇതാണ് ഇവരുടെ പരിപാടി. ഇത് കണ്ടോ ഷൂസ് ഒക്കെ ഇവിടെ കുറേ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് ഫൈനൽ ടച്ചും കൂടെ ഉണ്ട് കേട്ടോ. ഇത് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടില്ല അല്ലേ? ആ, നമുക്ക് കൂടുതൽ ക്വയറീസ് വരുന്നത് മലപ്പുറം, കാസർഗോഡ് ആ ഏരിയ എന്നൊക്കെയാണ്. പിന്നെ എന്താ പറയാ, നമ്മളപ്പോ അവര് വരുന്നിടത്ത് നമ്മൾ കൊറിയർ സർവീസും കൂടെ നമ്മൾ പ്രൊവൈഡ് ചെയ്യും. അതായത് അവർ ഇങ്ങോട്ട് കൊറിയർ അയക്കും. അതെ അതെ, കൊറിയർ ആയിരിക്കും. നമ്മൾ തിരിച്ച് വാഷൊക്കെ ചെയ്തതിനു ശേഷം നിങ്ങൾ തിരിച്ചങ്ങോട്ട് കൊറിയർ അയക്കും. ഓക്കെ ഓക്കെ. അപ്പോൾ കൊറിയർ ചാർജും കൂടെ ഇൻക്ലൂഡഡ് ആയിരിക്കും അല്ലേ? ഇൻക്ലൂഡഡ് ആയിരിക്കും. ഓക്കെ ഓക്കെ. നമ്മൾ എത്ര നാളായി ഇവിടെ തുടങ്ങിയിട്ട്? ഇവിടെ ഷോപ്പ് തുടങ്ങിയിട്ട് 9 മാസത്തോളം. 9 മാസമായി അല്ലേ? അപ്പോൾ ഒരു നമുക്ക് അത്യാവശ്യം നല്ല ബിസിനസ് ഉണ്ട് ഇപ്പോൾ. അതെ, എൻക്വയറി വരുന്നുണ്ട്. എൻ്റെ ഇടയ്ക്ക് മാതൃഭൂമിയിൽ എന്തോ വന്നിരുന്നു അല്ലേ? ഇപ്പോൾ അടുത്ത് അതിലാണെന്ന് തോന്നി ഞാൻ കണ്ട്. ഒരു മാസവും 1.23 ലാക്ക് വരെ മന്ത്ലി അത്ര ഏണിംഗ് ഉണ്ട്. ഓ ശരി. അപ്പോൾ കൊള്ളാലോ ബിസിനസ്. സാധാരണ എങ്ങനെയാണ് അതിന്റെ റേറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്? 250 സ്റ്റാർട്ടിങ്, പിന്നെ കണ്ടീഷൻ അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. നമ്മൾ ചില ഷൂസ് ഒക്കെ ഒത്തിരി ഇടപെട്ടുണ്ടെങ്കിൽ നമ്മൾ അതിനനുസരിച്ച് എന്താ പറയാ റേറ്റ് ഒരു 300 to 350 വരെ വാങ്ങിക്കും. ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്യുന്നവർക്ക് പെട്ടെന്ന് അങ്ങനെ കിട്ടണമല്ലോ. അപ്പോൾ പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്തു കൊടുക്കില്ലേ? ചെയ്യുന്നുണ്ട്. അതെ, എല്ലാവർക്കും ബിസി ലൈഫ് ആണല്ലോ. ഒരു കല്യാണം വരുന്നവരുണ്ടെങ്കിൽ നാളെ വേണമെന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് ചെയ്തു കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മളിപ്പോൾ ഇങ്ങനെ വാഷ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഷൂ ഇങ്ങനെ ഷൈനി ആയിട്ട് തന്നെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ചാണ് അല്ലേ? എന്നാലും എത്ര അങ്ങനെ നിൽക്കും അത്? അങ്ങനെയല്ല, ഷൂ യൂസ് ചെയ്യുന്ന പോലെ തന്നെ. എന്താ പറയുക, നമ്മൾ ഇന്ന് വാഷ് ചെയ്ത് കൊടുത്തിട്ട് അവര് ഇട്ടിട്ട് പോയിട്ട് പിന്നെ അതേപോലെ എന്താ പറയുക ട്രെക്കിംഗ് കഴിഞ്ഞിട്ട് വന്നിട്ട് ശരി ശരി. ഫ്രാഞ്ചൈസി ഇപ്പോൾ ഒത്തിരി എൻക്വയറി വരുന്നുണ്ട്. ഇപ്പം എന്താ പറയുക, നമ്മൾ കുറച്ചധികം ആളുകളിലേക്ക് എത്തിയപ്പോൾ തന്നെ ഫ്രാഞ്ചൈസി വരുന്നുണ്ട്. അപ്പം എന്താ പറയുക, ഒരു കേരള മൊത്തം എൻ്റെ ഒരു ആഗ്രഹം. അത് എങ്ങനെ ഫ്രാഞ്ചൈസി കൊടുക്കുമ്പോൾ എന്തൊക്കെയാണ് അതിന്റെ റിക്വയർമെന്റ്, എങ്ങനെയാണ് കാര്യങ്ങളൊക്കെ? റിക്വയർമെന്റ് എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ ഡീറ്റെയിൽസ് അറിയണമെങ്കിൽ നമ്മളൊന്ന് വിളിച്ചാൽ മതി. നമ്പർ ഒന്ന് പറഞ്ഞേക്ക്. 97778740. വാട്സപ്പ് വാട്സാപ്പും ആ നമ്പർ തന്നെയാണ്. അപ്പോൾ നമ്മളൊന്ന് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നത് ഈ സ്ഥലം മാത്രം മതി അല്ലേ? ബാക്കി എല്ലാ സൗകര്യങ്ങളും നിങ്ങൾ ചെയ്തു കൊടുക്കുന്നു അല്ലേ? ഇല്ല, എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. അഡീഷണൽ ചെയ്യാൻ, നിങ്ങൾ അതായത് ഫ്രാഞ്ചൈസി എടുക്കുന്നവർ അഡീഷണൽ ചെയ്യാൻ. അപ്പോൾ വിളിച്ച് ചോദിക്കണതാണ് എപ്പോഴും നല്ലത്. കാരണം കേരളത്തിൽ പുതിയൊരു സംരംഭം ആയതുകൊണ്ട് തന്നെ ഫ്രാഞ്ചൈസി എടുത്തു കഴിഞ്ഞാൽ സക്സസ് ആയിരിക്കും എന്നുള്ളത് ഉറപ്പാണ്. ഇപ്പൊ പുതിയ സംരംഭങ്ങൾ തുടങ്ങാനൊക്കെ പേടിയാണ് ആൾക്കാർക്ക് അല്ലേ? ഇന്ത്യയിലൊക്കെ വന്നിട്ട്. അപ്പൊ നിങ്ങളിപ്പോ തുടങ്ങിയിട്ട് നിങ്ങൾക്ക് കുഴപ്പമില്ലാണ്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തെങ്കിലും പ്രോബ്ലംസ് ഒക്കെ ഫേസ് ചെയ്യാറുണ്ടോ? പ്രോബ്ലംസ് ഒത്തിരി ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ബട്ട് നമ്മള് എന്താ പറയുക, കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എല്ലാം ചെയ്യാൻ പറ്റും. എല്ലാത്തിനും ഉപരി പേടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഒരു കോൺഫിഡൻസ് ആയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാന്നുള്ളതാണ് എനിക്ക് വരുന്ന ഒരു ശരി. ഇപ്പൊ കേരളത്തിൽ നിങ്ങൾക്ക് ഈ ഒരു ബ്രാഞ്ചല്ലേ ഉള്ളൂ? ഓക്കെ ഓക്കെ. അപ്പൊ ഇനി വരാനിരിക്കുന്നുണ്ട് ബ്രാഞ്ചുകൾ, പുതിയ ബ്രാഞ്ചുകളൊക്കെ ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കും. ഓക്കെ എന്നാ, താങ്ക് യു.